ഒന്നാം റാങ്ക് മാവേലിക്കര അരുൺകുമാർ സീൽ കുരുത്തത എന്ന് കേട്ടിട്ടുണ്ടോ? MS അരുൺകുമാർ ആണ്. MS അരുൺകുമാർ മാവേലിക്കര. നമ്മുടെ സർവേയിലുടനീളം യുവ തുർക്കികളുടെ തേരോട്ടം. അതാണ്. യുവാക്കളെ മുന്നോട്ട് 89.6%. SFIയിലൂടെ കടന്നു വന്ന 36 വയസ്സിൽ ജനകീയനായ MLA. അതെ, മിന്നിത്തിളങ്ങി. ആദ്യ ടേമാണെന്ന് കൂടി ഓർക്കണം. ആദ്യ ടേമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു നേതൃരാഷ്ട്രീയത്തിലില്ല. സംഘടനാ തലത്തിൽ പോലും SFIയുടെയോ ഡിവൈഎഫ്ഐയുടെയോ വലിയ നേതാവൊന്നും ആയിരുന്നില്ല. ജില്ലയിലെ നേതാവായിരുന്നു. ജില്ലയിലെ നേതാവാണ് ആദ്യമായി MLA ആയി വരുന്നു. അത്തരമൊരു സ്ഥലത്താണ് ഈ ഒരു സർവേയിൽ വളരെ വലിയ ലെജൻഡറിയുള്ള MLA-മാരുള്ള സ്ഥലം. സംവരണ മണ്ഡലമാണ്. സാമൂഹിക നീതിയുടെ പട്ടികയിൽ ഇതൊരു മനുഷ്യൻ വിജയിച്ചു കയറുമ്പോൾ ചില മനുഷ്യരെ സംവരണ മണ്ഡലങ്ങളെ പരിഹസിക്കാറുണ്ട്. സംവരണ മണ്ഡലത്തിലുണ്ടായിരുന്ന MS അരുൺകുമാർ, ആ മണ്ഡലത്തിൽ അരുൺകുമാറിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അരുൺകുമാർ പക്ഷേ കഷ്ടപ്പെട്ട് വന്നതാണ്. അരുൺകുമാറിന്റെ സഹോദരി ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വൈകാരികമായി എത്രത്തോളം കഷ്ടപ്പാടുകൾ പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ട് കൂലിപ്പണി എടുത്ത് കോളേജിൽ പോയി മികച്ച അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി ഒരു പ്രിവിലേജും ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത മനുഷ്യൻ. കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ 5 വർഷം ആദ്യമായി MLA ആകുന്ന ഒരാൾ ഒന്നാം സ്ഥാനത്തേക്ക് 140 MLA-മാരിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്ന എന്നുള്ളതാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം 24,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കംഫർട്ടബിൾ ആയി വന്ന ആളാണ്. പിന്നെ അതിനുശേഷം ജയിച്ചു കഴിഞ്ഞിട്ട് ആ മണ്ഡലത്തിൽ പിന്നീട് അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് MS അരുൺകുമാർ എന്നുള്ളത്. ഒരു വിവാദത്തിലും പെട്ടില്ല, ഒരു തരത്തിലുള്ള അനാവശ്യ ജാടകളും കാട്ടിയില്ല, ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സിയിലും അദ്ദേഹം കൊണ്ട് തലവെച്ചില്ല. ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു MS അരുൺകുമാർ ഈസ് എ സൂപ്പർ സ്റ്റാർ. യെസ്, ഒന്നാം റാങ്കിന്റെ തിളക്കത്തോട് കൂടി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഠിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടി പണിയെടുത്താണ് കോളേജ് പഠനത്തിലുള്ള പൈസയൊക്കെ കണ്ടുപിടിക്കുന്നത്. അവിടെ ചെന്ന് അധ്യാപകരുടെ എല്ലാം പ്രിയപ്പെട്ടവനായി മാറുകയാണ്. സംഘടനാ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളോട് പൊതുവെ അധ്യാപകർക്ക് ഒരു ചെറിയ നീരസൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല പക്ഷെ ഉണ്ടായത്. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഷഫീഖെ, കേൾക്കുന്നത് ജനം കാര്യമായി കേൾക്കുന്നത് ഇപ്പോഴായിരിക്കും. ഇതേപോലുള്ള യുവ നേതാക്കൾ, ആ മണ്ഡലത്തിലുള്ളവർക്ക് അപ്പുറത്തേക്ക് ഇതേപോലുള്ള യുവ നേതാക്കൾ നമ്മുടെ ഇടയിൽ മികച്ച പെർഫോമൻസ് കൂടി വരുന്നു എന്നുള്ളത് കേരളം എത്ര സുരക്ഷിതമാണ് എന്നുള്ളതിന് ഒരു തോന്നൽ കൂടി ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സർവേയിൽ 5ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല പോലുള്ള ഒരു വലിയ അധികായൻ ഒരാൾ നിൽക്കുന്നു. അതിന് മുന്നിലുള്ള 4 MLA-മാർ ആരൊക്കെ? MS അരുൺകുമാർ വരുന്നു, VK പ്രശാന്ത് വരുന്നു, KU ജനീഷ് കുമാർ വരുന്നു, KV സുമേഷ് വരുന്നു. 4 യുവ MLA-മാർ, കരുത്തരായ മണ്ഡലത്തിൽ വളരെ സജീവമായി 4 പോരാളികൾ. ഈ അധികാരന്മാരൊക്കെ ഒഴിഞ്ഞു പോയാലും നാളേക്ക് നേതാക്കളുണ്ട്. രാഷ്ട്രീയ കേരളം മുന്നോട്ട് എന്ന് നമുക്ക് പറയാം. അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ആ അഭിനന്ദനങ്ങൾ നമുക്ക് നേരിട്ട് അറിയിക്കണമെന്നുണ്ട്. അരുൺകുമാർ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MS അരുൺകുമാർ മാവേലിക്കരയിൽ നിന്നുള്ള CPM-ന്റെ MS അരുൺകുമാർ യുവ തുർക്കി. അതെ, ഒന്നാം റാങ്ക്. ഗംഭീര പെർഫോമൻസ് ആണ്. അതായത് ഇതിന് 11 മാർക്കേ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ളൂ. 100 മാർക്കിൽ 11 മാർക്കേ ഉള്ളൂ. അവിടെ ബാക്കിയുള്ള അവിടെ CPM-ഉം BJP എതിർവോട്ട് ചെയ്യാൻ ആരുമില്ല. അതായത് ഹേറ്റേഴ്സ് ഇല്ലാത്ത മറ്റുള്ളവരൊക്കെ എന്തൊക്കെയാണ് നാട്ടിൽ കാണിച്ചു കൂട്ടിയത്. ചില MLA-മാർ ഇത് കാണണം അല്ലെ, ചില MLA-മാർ ഇത് കാണണം. ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ചില MLA-മാര് എന്തൊക്കെ ചെയ്തു കൂട്ടി. അതായത് ജനം കൊടുത്ത വലിയ പിന്തുണയെ എങ്ങനെ വിറ്റ് കാശാക്കി. അവസരം കിട്ടുമ്പോഴേ എത്ര പേരെ അതിന്റെ പേരിൽ ദുരന്തം അനുഭവിപ്പിച്ചു, ദുരിതത്തിലാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് MS അരുൺകുമാറും 36ാമത്തെ വയസ്സിൽ MLA ആയി മിടുക്കനായി ഒന്നാം റാങ്ക് വാങ്ങി നിൽക്കുന്നു. അരുൺകുമാർ മാവേലിക്കരയുടെ MS അരുൺകുമാർ.